സന്ദീപ് ദീക്ഷിത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ് അതിലേക്ക്. सरकार दे पाएंगे तो ठीक है, जो जनता का निर्णय है वो निर्णय है. हम लोग इतना कह सकते हैं कि हमने मुद्दे उठाए और जो मुद्दे हमने उठाए उस पर काफी हद तक चुनाव बना. बाकी जो जनता कहे उसको स्वीकार है. 4541 വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി ഉറപ്പാക്കി. 4099 വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഔദ്യോഗിക കണക്ക് പ്രകാരം തോറ്റത്. ആ തോൽവി ഉറപ്പാക്കിയത് വലിയ തോൽവിയാണ്. ആ തോൽവിയിൽ പ്രധാന കാരണം സന്ദീപ് ദീക്ഷിതാണ്. നമ്മൾ കാണേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ 43.51%. അതായത് ആം ആദ്മി പാർട്ടി അമ്പയെ തകർന്ന് അതിന്റെ മാസ് ബേസ് അമ്പയെ ഒലിച്ചു പോയിട്ടൊന്നുമില്ല. 43.51% വോട്ട് ബേസ്. ഫൈനൽ കണക്കിലേക്ക് വരുമ്പോൾ 3-നകത്തേ ഉള്ളൂ തോന്നുന്നു. 3%-ക്കേ ഉള്ളൂ BJP ആം ആദ്മി വോട്ടിന്റെ വ്യത്യാസം. കോൺഗ്രസ് അതേസമയം 6% മുകളിൽ പോവുകയും ചെയ്തു. 6.36% വോട്ട് കോൺഗ്രസ് പിടിച്ചത്. 6.36ഉം 43.51 കൂട്ടിയാൽ 50%. ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ 50% വോട്ട് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്കും BJPക്ക് 46.35, അതായത് NDA മുന്നണിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഒരു സഖ്യം ഉണ്ടായില്ല. സഖ്യമാണെങ്കിൽ ഈ വോട്ടൊക്കെ അതുപോലെ തന്നെ ആയിരിക്കുമോ കാസ്റ്റ് ചെയ്യപ്പെടാതെ നമുക്ക് 100% ഉറപ്പായിട്ടൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും കോൺഗ്രസ് മത്സരിച്ചത് ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കി, സുനിശ്ചിതമാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബി ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലു, പർവേസ് സാഹിബ് സിംഗ് വർമ്മയുടെ ഒരു മുഖ്യമന്ത്രി പദമാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുതന്നെ ആയിരിക്കും സംഭവിക്കുക. പക്ഷേ പലയിടത്തും BJP എങ്ങനെയാണ് മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് നമുക്കറിയാം. അതുപോലെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരെ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും സർപ്രൈസ് മുഖ്യമന്ത്രി വരുമോ? വലിയ ആവേശമാണ് ഇപ്പോൾ BJP ഓഫീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഒരു BJP മുഖ്യമന്ത്രി അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതും തികച്ചും ആധികാരികമായ ഒരു വിജയമാണ് ഇത്തവണ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് ശതമാനത്തോടു കൂടിയാണ്, സമീപകാലത്തുള്ള ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനത്തോടു കൂടിയാണ് BJP അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകളിലായി, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി BJP ലഭിച്ചിരുന്നത് 40% താഴെയായിരുന്നു വോട്ടെങ്കിൽ ഇത്തവണ അത് 47% കടന്നിരിക്കുകയാണ്. സാധാരണഗതിയിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് ആ വോട്ടിംഗ് ശതമാനത്തിലേക്കുള്ള വോട്ട് BJPക്ക് ലഭിക്കുന്നത്. BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, വോട്ട് ശതമാനത്തിന്റെ ഡിഫറൻസ് 4% അടുത്താണ്. പക്ഷേ 6%-ലധികം വോട്ട് കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട്. അത് BJPയുടെ ആധികാരികമായ വിജയത്തിന് സഹായകരമായ ഒരു ഘടകമായി മാറിയെന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. പക്ഷേ BJP നേതാക്കളൊക്കെ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഈ ജനവിരുദ്ധമായ നയങ്ങൾ, അതായത് അവർ ആദ്യം 1-2 തെരഞ്ഞെടുപ്പുകളും വിജയിച്ചപ്പോൾ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. പിന്നീട് അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി അല്ല ആം ആദ്മി പാർട്ടി എന്ന് തങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടി പറ്റി. അതാണ് അവരുടെ പരാജയത്തിന് കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിവിധ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ BJP ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പ്രവർത്തകർ തോളിലേറ്റിക്കൊണ്ട് അവരുടെ വിജയം ആഘോഷിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. BJP ഓഫീസിൽ, അതായത് ഡൽഹിയിലെ പണ്ഡിറ്റ് മാർഗിലെ 14 നമ്പർ ബംഗ്ലാവിലാണ് BJPയുടെ ഡൽഹി സംസ്ഥാന ഘടകം ഓഫീസ്. ആ ഓഫീസിൽ വലിയ ആഘോഷങ്ങളാണ് കഴിഞ്ഞ 2 മണിക്കൂറായി നടക്കുന്നത്. വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ BJPക്ക് ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ 1.5 മണിക്കൂർ ഇവിടെ കാര്യമായ തോതിലുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് മുൻതൂക്കം പ്രവചിച്ചിരുന്നുവെങ്കിലും അതൊരു എക്സാക്ട് പോളായി മാറുമോ എന്ന സംശയം BJP ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 11 മണിയോടുകൂടി ചിത്രം മാറി. അതിനുശേഷം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഏതാണ്ട് ഇതുപോലെയാണ്. വലിയ ആഘോഷം. ഈ വിവിധ മണ്ഡലങ്ങളിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ, BJPയുടെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 8-9 മണിക്ക് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മധുര പ്രതികാരം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഡൽഹിയിൽ സാധിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അരവിന്ദ് കെജ്രിവാളിന്റെ തന്നെ പരാജയം
ന്യൂഡൽഹി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ പരാജയം ഉറപ്പാക്കി എന്നതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഘടകം. ഇവിടെയുള്ള എല്ലാ കട്ടൗട്ടുകളിലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചിത്രങ്ങളാണുള്ളത്. അങ്ങ് ചില കട്ടൗട്ടുകളിൽ മാത്രമാണ് JP നദ്ദയുടെയും മറ്റും ചിത്രങ്ങളുള്ളത്. നരേന്ദ്രമോദി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നൽകിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ ആധികാരികമായ വിജയത്തിന്റെ പ്രധാന ശില്പികളിലൊന്ന് നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP വെള്ളത്തൊട്ടിയും ചൂലുമായി ഡൽഹിയുടെ അധികാരത്തിലേക്ക് വന്ന ആം ആദ്മി പാർട്ടി തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. മോദി ഇഫക്റ്റ് ഈസ് ബാക്ക്.